വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ 2-3 ചേരുവ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഇവിടെ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂണോളം നമുക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ്. പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. ഇതിൽ ഏകദേശം 3/4 ഗ്ലാസോളം പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി പാലും കൂടി അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇച്ചിരി കട്ടയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് പിന്നീട് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ശരിയാക്കുന്നതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് മിക്സ് ആക്കിയ ശേഷം മാറ്റി വയ്ക്കാം. ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ എടുക്കുന്ന അളവിന് വ്യത്യാസം വരുത്തുക. ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം, ടീസ്പൂണല്ല 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയുണ്ട്. അപ്പം മധുരം ഇച്ചിരി കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം രീതിയിലാക്കിയ ശേഷം കൈവിടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ആ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് ആവണം എന്ന് കരുതി തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുക്കി കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5-8 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് കുറുകി കിട്ടും. ഏകദേശം ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി അത് ഇങ്ങനെ കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു അടപ്പിട്ടിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇതുപോലൊരു അടപ്പില്ലെങ്കിൽ നിങ്ങൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചെടുത്താലും മതി. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളതൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിക്കാണ് ഇച്ചിരി കട്ട പിടിച്ച പോലെയാണ് ഉണ്ടാവുക. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് ജാറിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ട്രോബെറിയുടെ എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വാനിലയുടെ എസൻസും ഇല്ലാത്തവരാണെങ്കിൽ 2-3 ഏലക്ക ആ ഒരു മിക്സ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് തയ്യാറാക്കിയെടുത്താലും മതിയാവും. ഇനി അതൊന്ന് അടച്ചിട്ട് ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഐസ്ക്രീം കഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് കടയിൽ പോയിട്ട് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കായാലും എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലാകെ 2-3 സാധനങ്ങൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പം അവർക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത്ര വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലുള്ള നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ
കമൻ്റായിട്ട് പറയുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.